ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. വീട്ടിലൊക്കെ ചോറൊക്കെ ബാക്കി വരുമ്പോൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ സൂപ്പർ ടേസ്റ്റി സ്നാക്കാണിത്. വരൂ, നമുക്ക് പെട്ടെന്ന് തന്നെ റെസിപ്പിയിലോട്ട് പോവാം. ആദ്യമായി ഞാനൊരു ബൗളിൽ 1 കപ്പ് ചോറ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായി ഒന്ന് സ്മാഷ് ചെയ്തെടുക്കാം. നമുക്കിതുപോലത്തെ സ്മാഷറോ അല്ലെങ്കിൽ ഒരു ഗ്ലാസ്സോ എന്ത് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. മിക്സിയിലിട്ടൊന്നും അരച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇനി അരച്ചെടുത്താലും കുഴപ്പമില്ല, പക്ഷെ വെള്ളമൊന്നും ഇല്ലാതെ അരച്ചെടുക്കണം. അതുകൊണ്ട് ഇതുപോലെ സ്മാഷ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. അത്യാവശ്യം ഇതുപോലെ സ്മാഷ് ചെയ്തെടുത്ത ശേഷം 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. കൂടെ 2 ടേബിൾ സ്പൂണോളം കടലമാവ് കൂടി ചേർക്കുന്നുണ്ട്. അതിനുശേഷം ചേർക്കേണ്ടത് ഒരു ചെറിയ സവാള വളരെ പൊടിയായിട്ട് അരിഞ്ഞെടുത്തതാണ്. ചെറിയ സവാളയാണ്. വലിയ സവാളയാണ് എടുത്തിട്ടുള്ളതെങ്കിൽ ഒരു കഷ്ണമൊക്കെ മതിയാകും. ഇനി ഇതിലോട്ട് ഒരു പിടി മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. മല്ലിയില എത്രയധികം ചേർക്കുന്നോ അത്രയും ടേസ്റ്റ് കൂടും. നിങ്ങളുടെ കയ്യിൽ കറിവേപ്പില ഉണ്ടെങ്കിൽ അതും ചേർക്കാവുന്നതാണ്. കൂടെ ഒരു പച്ചമുളക് പൊടിയായിട്ട് അരിഞ്ഞതും ഒരു കഷ്ണം ഇഞ്ചി ചെറിയ ചെറിയ പീസസ് ആയിട്ട് മുറിച്ചെടുത്തതും കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് പാകത്തിന് ഉപ്പും അല്പം കായപ്പൊടി കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. കൈകൊണ്ട് ഇതുപോലെ കുഴച്ച് എല്ലാ ഭാഗത്തും എല്ലാ പൊടിയും എത്തുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കണേ. അവസാനമായി കുറച്ച് മുളക് പൊടിയും കൂടി ചേർക്കാം. ഈ സ്നാക്ക് കുറച്ച് സ്പൈസി ആയിട്ടിരിക്കുന്നതാണ് ടേസ്റ്റ്. ഇതും കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്യാം. മുളക് പൊടി വേണമെങ്കിൽ നേരത്തെയും ചേർക്കാവുന്നതാണ് കേട്ടോ. ഞാൻ അവസാനമായി ചേർത്തത്. എല്ലാം മിക്സ് ചെയ്ത ശേഷം പിന്നീട് ചേർത്ത് കഴിഞ്ഞാൽ കുറച്ച് സമയം മിക്സ് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ കൈ എരിയുന്ന പ്രശ്നം ഉണ്ടാവില്ല. ഇനി മുളക് പൊടി ചേർത്ത് കഴിഞ്ഞ് കുഴച്ച് കഴിഞ്ഞാൽ കൈ എരിയാത്തവർക്കൊക്കെ നേരത്തെ തന്നെ ചേർക്കാവുന്നതാണ്. ഇതുപോലെ നന്നായി പരത്തിയെടുത്ത ശേഷം ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഒന്ന് പരത്തിയെടുക്കാം. ഇതുപോലെ കൈകൊണ്ടൊന്ന് പ്രസ് ചെയ്ത് ഷേപ്പ് ചെയ്തെടുത്താൽ മതിയാകും. ഞാൻ എല്ലാം ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കേണ്ട പണിയേ ഉള്ളൂ. അതിനായിട്ട് ആദ്യം പാത്രം ചൂടായി വരുമ്പോൾ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ ഇതുപോലെ ഓരോ സ്നാക്ക് വീതം ഇട്ട് കൊടുത്ത് നന്നായി ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെക്കാൻ എപ്പോഴും ശ്രദ്ധിക്കണേ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ജസ്റ്റ് ഒന്ന് കുക്കായി വരുമ്പോൾ ഇതുപോലെ ഇളക്കി കൊടുക്കാവുന്നതാണ്. ശേഷം തിരിച്ചു മറിച്ചു ഇട്ട് എല്ലാ ഭാഗവും നന്നായി വേവിച്ചെടുക്കാം. ശേഷം ഇതിൻ്റെ കളറൊക്കെ മാറി നല്ലൊരു ഗോൾഡൻ കളറിലോട്ട് എത്തുമ്പോഴേക്കും നമുക്ക് കോരി മാറ്റാവുന്നതാണ്. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഫ്ലെയിം എപ്പോഴും ലോ ടു മീഡിയത്തിൽ വെക്കാൻ ശ്രദ്ധിക്കണേ, എങ്കിലേ ഉള്ളൊക്കെ നന്നായി വെന്ത് ക്രിസ്പായിട്ട് വരികയുള്ളൂ. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ സ്നാക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഒരു 2-3 മിനിറ്റ് കൊണ്ട് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ ഇത്. ഈ സ്നാക്ക് ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. കൂടാതെ ഒരു തേങ്ങാ ചട്നിയോ അല്ലെങ്കിൽ നല്ല മിൻറ്റ് ചട്നിയോ ഒക്കെ ഉണ്ടെങ്കിൽ നല്ല കോമ്പിനേഷനാണേ. എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കുമല്ലോ. കൂടാതെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ. വീണ്ടും പുതിയൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക്